യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ആ ചേട്ടൻ നിന്നെ പറ്റിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ അത്രക്കാരൻ നെഹി. എനിക്ക് നിന്നോടുള്ള സ്നേഹം നിനക്കെന്തോ മനസ്സിലാവാത്തെ? എനിക്കില്ലെന്ന്. മാറില്ല. ഞായറാഴ്ച എന്ന് പറഞ്ഞ ഞായറാഴ്ച ഞാൻ നിന്റെ ആൾ. സിന്ധു എന്താ എന്തോടി? നിങ്ങൾ ആരോടാ സംസാരിച്ചോണ്ടിരുന്നേ? അതോ എന്റെ ഫ്രണ്ടാ. ഏത് ഫ്രണ്ട്? അയ്യേ, നീ എന്തിനതൊക്കെ അറിയുന്നത്? എന്റെ ഭാര്യ പോലും ഇതൊന്നും എന്നോട് ചോദിച്ചിട്ടില്ല, അറിയോ? അതിന്റെ കുഴപ്പം ഇതൊക്കെ. നേര് പറഞ്ഞേ, ഏതാ അവള്? ഏതവള്? ഇപ്പൊ നിങ്ങൾ ഫോണിൽ സംസാരിച്ചോണ്ടിരുന്നവള്. ഇത് വലിയ കഷ്ടമായല്ലോ. ഇപ്പൊ കഷ്ടമാണെന്ന് തോന്നും. എന്നോടുള്ള കൗതുകം തീർന്നല്ലോ. തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ എന്നോട് ഒലിപ്പിച്ചോണ്ടിരുന്നത്? എന്റെ പൊന്നുമോളെ, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്ക് നീ അല്ലാതെ വേറൊരു പെണ്ണുമായിട്ടും യാതൊരു ബന്ധവുമില്ല. എന്തിന്? എന്റെ ഭാര്യയോട് പോലും എനിക്കൊരു ബന്ധവുമില്ല. എന്നാ പിന്നെ ഫോണിങ് കാണിച്ചേ. നിങ്ങൾ ആരോടാ സൊള്ളിയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സൊള്ളിയെന്നോ? എന്തൊരു വൃത്തിയുടെ വാക്കേ പറയുന്നത്? ഞാനോ സൊള്ളിയെന്ന്? ദൈവദോഷം പറയില്ലേ സിന്ധു. നീയാണ് നമ്മുടെ ദിവ്യ പ്രണയമാണ് സത്യം. ഞാൻ ആരോടും സൊള്ളിയിട്ടില്ല. പിന്നെന്താ ഫോൺ കാണിച്ച? അത് കണ്ട നീ ഞെട്ടുവേ. അത്രയ്ക്ക് ബിസിനസ് ഡീലിങ്ങൾ അതിനകത്ത്. കേട്ടാ നീ ഞെട്ടും. ഓ, ചില നേരത്തെ എന്റെ തന്നെ തലപെരുക്കും ഇത് കണ്ട. ഓ എന്റെ പൊന്നെ, ആരെങ്കിലും കണ്ട എന്റെ തല പോക്ക. അല്ലെങ്കിൽ നിങ്ങളുടെ തല പോക്ക. എന്താ ഇത്? കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇതെന്തിനാ ഇവിടെ എന്നാ ചോദിച്ചത്? എന്റെ കഴുത്തിൽ കെട്ടാൻ. അയ്യോ കിയ്യൊന്നൊന്നുമില്ല. മര്യാദക്ക് ഇതിപ്പോ ഇതെന്റെ കഴുത്തിൽ കെട്ടിത്തന്നില്ലെങ്കിൽ സിന്ധു ആരാന്ന് നിങ്ങൾ അറിയും. സിന്ധു, അത് ചുമ്മാ കളിക്കില്ല നീ. കളിയല്ല, കല്യാണം. നിങ്ങൾ ഇപ്പോ ഇതെന്റെ കഴുത്തിൽ കെട്ടിത്തരുന്നോ, അതോ ഞാൻ മൈഥിലിയെ വിളിച്ച് മുഴുവൻ സത്യവും പറയണോ? നീ എന്തോടി എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? അതെ, എന്താ സംശയം? ഞാൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയത് തന്നെയാ. നിങ്ങക്ക് വല്ലതും ചെയ്യാനുണ്ടോ? എന്തിനാണ് നീ എന്നെ ഇങ്ങനെ ധർമ്മസങ്കടത്തിലാക്കുന്നത്? ധർമ്മസങ്കടത്തിലായത് ഞാനല്ലേ? മൈഥിലിയുടെ മുഖം കാണുമ്പോ എന്റെ ചങ്ക കത്തുവാ. ഓ, നീ എന്തിനാണ് അവളുടെ മുഖം നോക്കാൻ പോകുന്നത്? അവളും ഞാനും ഒരേ വർഗം ആയതുകൊണ്ട്. ഓ, നീ അപ്പൊ ഇവിടെ ഫെമിനിസം കളിക്കാൻ വന്നല്ലേ? അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ ഫെമിനിസ്റ്റുകളെ ഒതുക്കിയത് ഒരു വിധത്തില. ഇനി നിന്റെ ഒരു കുറവുകൂടെ ഉണ്ടായിരുന്നുള്ളൂ. ദേ, നേരം പോവാ. അത് മാറ്റ്. വർത്താനം പറഞ്ഞു നിൽക്കാതെ താലി കെട്ട്. സിന്ധു, ഞാൻ നിങ്ങളിത് കെട്ടുന്നോ അതോ ഞാൻ നിങ്ങളുടെ ഭാര്യയെ വിളിക്കണോ? എടി, നമ്മുടെ നിയമം അനുസരിച്ചേ ഒരു ഭാര്യ ഉള്ളപ്പോ വേറൊരാളെ കെട്ടിക്കൂടാ. ഓഹോ, ഒരു ഭാര്യ ഉള്ളപ്പോ മറ്റൊരുത്തിയെ വഴിപിഴപ്പിക്കുന്നതിന് ഈ നിയമമൊന്നും ബാധകമല്ലല്ലോ. അയ്യോ, മര്യാദയ്ക്ക് നിങ്ങൾ എന്നെ കെട്ടുന്നതായിരിക്കും നല്ലത്. കെട്ട് സിന്ധു. കെട്ടാൻ. ശരി, കെട്ട. പക്ഷേ നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറെ ആൾ അറിയരുത്.
കെട്ട്. അമ്മേ, എന്നാലും എന്റെ സിന്ധു. ചേട്ടനൊരു കാര്യം, വാതിൽ വിട്ടുപോയി. ഈശ്വരാ, പെട്ട്. ഇടിയും മൈഥിലി, മൈഥിലി, എന്ത് മൈഥിലി, നീ വന്നേ. എങ്ങോട്ടാ നീ വന്നേ? പറയാം. ചേച്ചി കാര്യം പറ. പറയാനല്ല, കാണിക്കാനുള്ളത്. നീ വേഗം വാ. ഇല്ല, ഞാൻ എങ്ങോട്ടും ഇല്ല. ചേച്ചി ഇതിനു മുമ്പ് ഒരുപാട് കാണിച്ചതല്ലേ, മതി. ഞാൻ ഇനി എങ്ങോട്ടും ഇല്ല. അന്നൊക്കെ അവര് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ഇത് അതുപോലെയല്ല. രണ്ടിനെ ഞാൻ മുറിക്കകത്താക്കി പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടുണ്ട്.
ശരിക്കും വിട്ട്. ഒരു ജോലിക്കാരിയെ കൊടുത്താ അവളുമാരുടെ ഭാരം അത്രയും കുറയില്ലേ? ഭർത്താക്കന്മാരായ നമുക്കിപ്പോ അവളുമാരോട് ഇത്തിരി ഒലിപ്പീരാണെന്ന് ധരിപ്പിക്കാൻ കിട്ടുന്ന അവസരമല്ലടാ അത്. ഓഹോ, എനിക്കങ്ങോട്ട് പോയില്ല. ഏട്ടന്റെ ബുദ്ധി അവമാനം തന്നെ. നീ പിന്നെന്തോ വിചാരിച്ചേ? ഞാനൊരു കളിക്കിറങ്ങുമ്പോ പന്ത് മാത്രമല്ല ഗ്രൗണ്ടിനെയും കാണികളെയും എല്ലാം കൂടെ കൊണ്ടുപോകും. എന്നാലേ നമുക്കൊരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും. അത് നേരേട്ടാ. ഈ കളി നമുക്ക് ജയിക്കണം ഏട്ടാ. ജയിപ്പിച്ച് തരാടാ ഞാൻ. എന്നെ ഒഴിവാക്കി ജയിക്കാനാണ് ഉദ്ദേശമെങ്കിൽ നീ ജയിച്ചത് തന്നെ. സിന്ധു ആരാണെന്ന് നീ കാണാൻ പോകുന്നതേ ഉള്ളൂ. ആ ചേട്ടാ വരൂ ചേട്ടാ. ഇത് 200 രൂപ. അത് 150 തരുമോ? അത് നഷ്ടം കേട്ടാ. ആ എന്നാ എടുത്തോ. ദാ. ആ ശരി. വാ 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 മീൻ നോക്കാം. മീനെ 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 100 രൂപയ്ക്ക് ചൂര, 100 രൂപയ്ക്ക് ചൂര. മീനെ 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 വാ 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 100 രൂപയ്ക്ക് ചൂര, 100 രൂപയ്ക്ക് ചൂര. വായേട്ടാ ഇങ്ങോട്ട് വായേട്ടാ. മീൻ നോക്കാം മീൻ നോക്കാം. ഇനി ഇത് വിശ്വട്ടം പറഞ്ഞു കൊടുത്ത നമ്പറാണോ? യോ എന്തൊരു അഭിനയം. വിശ്വട്ടം വിളിച്ച് നോക്കാം. ആ എന്താടാ? ഏട്ടാ ഞാനൊരു ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടു. എന്തുവാടാ? അത് നീ ഒരു കാര്യം ചെയ്യ്, അവിടെ തന്നെ നിൽക്ക്. ഞാനിപ്പോ തന്നെ വരാം. ഓക്കെ ഏട്ടാ, ഓക്കെ. വായേട്ടാ ഇങ്ങോട്ട് വായേട്ടാ. മീനെ 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 എന്തൊരു അഭിനയം. അടുത്ത അവാർഡിനായിട്ട് വരുമ്പോ ഒരു മീൻ അവാർഡ് വാങ്ങിച്ചു കൊടുക്കണം. നല്ല ഫ്രഷ് മീൻ. വാ മീനെ 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 മീനെ. എവിടെ? അങ്ങോട്ട് നോക്കിക്കേ. വാ 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 കടന്നു വരൂ കടന്നു വരൂ. മീൻ നോക്കാം മീൻ നോക്കാം. അയ്യേ മീനേ ഒടുക്കത്തെ അഭിനയം. മീൻ നോക്കാം വാ മീൻ നോക്കാം വാ. മീനെ 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 മീനെ. അയ്യോ ഏട്ടാ ഇതെന്ത് ഭാവിച്ചടാ? മാണിക്യമംഗലത്തേരെ നാറ്റിച്ച് അടങ്ങുന്നുള്ള ഭാഷയാണോ നീ? തൊഴിലെടുത്ത് ജീവിക്കുന്ന നാട്ടമാണോ ഏട്ടാ? നാട്ടമുള്ള ഈ ഒരു തൊഴിലെ കണ്ടുള്ളൂ നിനക്ക് ജീവിക്കാൻ. ഏട്ടാ നമ്പർ അല്ലായിരുന്ന. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഒന്നുമില്ല ഏട്ടാ. ഞങ്ങൾ ഇടപെടണോ? എന്റെ ഏട്ടനാ. ഏട്ടനായാലും ശരി അനിയനായാലും ശരി ഇവിടെ പ്രശ്നം പാടില്ല. ഏയ് പ്രശ്നമൊന്നുമില്ല ഏട്ടാ, നിങ്ങൾ നോക്കിയോ. അപ്പൊ പ്രശ്നമില്ലല്ലോ. വാടാ ചന്ദ്ര, വാ നമുക്ക് പോവാം. ഞാൻ വരുന്നില്ല. ആന്നാടാ, നിനക്ക് ഈ പണി അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടോ? ഈ പണിയല്ല, കൂലി കിട്ടുന്ന ഏത് പണി എനിക്ക് ഇഷ്ടമാ. അതെന്നു പോരാടാ. ഇത്രയും കാലം എന്റെ അവതാരത്തിൽ നീ തിന്നും കുടിച്ചും ജീവിച്ചോണ്ടിരുന്നപ്പോ ഈ വേദാന്തമൊന്നും കണ്ടില്ലല്ലോ. ജീവിതത്തില് നമ്മൾ ഓരോ പുതിയ പാഠങ്ങൾ പഠിച്ചോണ്ടിരിക്കല്ലേ ഏട്ടാ. ഈ പാഠം നീ പഠിച്ചെടുത്തോളം മതി. വേഷം കിടക്കാതെ വേഗം വന്ന വണ്ടി കയറി. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ. നിന്നെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഇങ്ങോട്ട് വാടാ. വിടേട്ടാ. ഇങ്ങോട്ട് വാടാ. അമ്മേ അയ്യോ വാടാ. നീ എന്റെ കൂടെ വാ. ചന്ദ്രേട്ടൻ. ചന്ദ്രനല്ലേ പോയത്? വിടേട്ടാ. പറഞ്ഞു വിട. വിട് വിടാൻ വിടാൻ. ഓ
ഓഹോ, ഹെ, എല്ലാരും ഇവിടെ ഉണ്ടായിരുന്നോ? അപ്പൊ ഏട്ടൻ പറഞ്ഞ നേരെ മാണിക്യമംഗലത്തേറെ നാറ്റാൻ ഇവര് പറഞ്ഞു കൊടുത്ത ഐഡിയ ഏട്ടാ ഇത്. എന്തുവാ ചന്ദ്രേട്ട ഇതൊക്കെ? ചന്ദ്രേട്ടൻ എന്താ ഇവിടെ? അപ്പൊ നിനക്കൊന്നും അറിയില്ലല്ലേ? ആരോടാണ് നീ ഈ നാടകം കളിക്കുന്നേ? സത്യമായിട്ടും മുതലാളി, ഞങ്ങൾ നിരപരാധികളാ. ഞങ്ങൾ പച്ചക്കറി വാങ്ങാൻ വേണ്ടി വന്നതാ. അപ്പോഴാ ഇത് കണ്ടത്. ചന്ദ്ര, ഞാൻ പറയുന്നത് മര്യാദയ്ക്ക് നീ അനുസരിക്ക്. വന്ന് വണ്ടി കയറി. ഞാൻ പറഞ്ഞില്ല ഞാൻ വരില്ലെന്ന്. അധ്വാനിച്ച് ജീവിക്കാൻ എന്നെ സമ്മതിക്കില്ലേ? ഓ, അതാണോ കാര്യം? നിങ്ങളറിയാതെ ചന്ദ്രേട്ടൻ ഇവിടെ ജോലിക്ക് വന്നതാണോ പ്രശ്നം? അതേടി, അത് തന്നെയാണ് പ്രശ്നം. ഇവൻ ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ വേണ്ട, നീ ഇവനെ വിളിച്ചോണ്ട് നിന്റെ വീട്ടിലോട്ട് പോ. വെറുതെ ആളുകളെ അറിയിച്ച് കൂടുതൽ അപമാനം ഉണ്ടാക്കരുത്. ഇതിലിപ്പോ അപമാനത്തിന്റെ എന്ത് പ്രശ്നമാണ് വിശ്വേട്ടാ ഉള്ളത്? ഒന്നുമില്ലേ? ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. എന്റെ ഭർത്താവിനോട് ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് ബഹുമാനം തോന്നുന്ന നിമിഷമായത്. സ്വന്തമായിട്ട് പണിയെടുത്ത് ജീവിക്കുന്നത് എങ്ങനെയാ വിശ്വേട്ട അപമാനമാവുന്നേ? അത് അഭിമാനമല്ലേ? അത് നിനക്ക്, കുടുംബത്തിൽ പറഞ്ഞ ഞങ്ങൾക്ക് അപമാനം തന്നെയാ. മീൻകൂട്ട ചുമക്കാനല്ലടി ഞാൻ എന്റെ അനിയനെ വളർത്തിയത്. പിന്നെ എന്തിനാ അടിമയാക്കി ചങ്ങലക്കിട്ട് കൂട്ടത്തിൽ അലങ്കാരത്തിന് കൊണ്ട് നടക്കാനോ? ഏട്ടാ, ഇതൊരു നടക്കി പോകുന്ന കേസല്ല. അട്ടയെ പിടിച്ച് മെത്തേക്കെടുത്ത് കിടക്കില്ല. ഏട്ടാ കളഞ്ഞിട്ട് പാ. എടാ, ഇവനെ ഇവിടെ വിട്ടിട്ട് ഏട്ടനൊന്നും പറയണ്ട. നമ്മളിവിടെ നിന്നാ കൂടുതൽ പ്രശ്നമാവും. അയാളൊന്ന് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ഇനി ഇവരെല്ലാം കൂടെ കൂടി നമുക്ക് നല്ല തലോട് മേടിച്ചു തരും. അതിനുള്ള പണിയാണല്ലോ അണക്കിക്കൊണ്ടിരിക്കുന്നത്. മാണിക്യമംഗലത്ത് ഇതുപോലൊരു ഒരുത്തരില്ലാന്ന് നിങ്ങൾ കൂട്ടിയാ പോരേട്ടാ. നീ ഇങ്ങോട്ട് ചുമക്കോ കക്കൂസിന് കുഴി കൊണ്ടോ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. അയാളുടെ ഭാര്യയ്ക്ക് അത് അഭിമാനമെന്നല്ലേ പറഞ്ഞത്? പിന്നെ ഏട്ടനെന്താ നഷ്ടം? ഏട്ടൻ വാ, കാണിച്ചു തരാം എല്ലാത്തിനും ഞാൻ. എനിക്കറിയാതെ ഒത്തുകളിയാന്ന്. കളി എവിടം വരെ പോകും നമുക്ക് നോക്കാം. നിനക്കെന്നോട് വെറുപ്പ് തോന്നുന്നുണ്ടോ നന്ദിതേ? എന്തിന്? നിന്റെ ഭർത്താവിനെ ഈ ഒരു അവസ്ഥയിൽ കണ്ടതിന്. വിശ്വേട്ടനെ തോൽപ്പിക്കാൻ ഞാൻ പറഞ്ഞതല്ല. എന്റെ ഭർത്താവ് യഥാർത്ഥ ഭർത്താവായത് ഇപ്പോഴാ. മോളെ, എന്താ മാണിക്യമംഗലത്തുകാരുടെ പ്രേതം അമ്മയും ബാധിച്ചോ? അതല്ല മോളെ. ഏതല്ലാന്ന്? ഭർത്താവിന്റെ വിയർപ്പിന്റെ മണമുള്ള ഭക്ഷണം കഴിക്കാൻ ഏത് ഭാര്യ അമ്മയെ കൊതിക്കാത്തത്? ദാ, ഇതിനുള്ള മീൻതാ ചന്ദ്രേട്ടാ. വേഗം താ, ചെന്നിട്ട് വെട്ടിക്കഴുകി കൂട്ടാൻ വയ്ക്കാനുള്ളതാ. ഭാര്യയാണെന്ന് കരുതി കൂടുതൽ തരണ്ട കേട്ടോ. എല്ലാവർക്കും കൊടുക്കുന്നത് പോലെ മതി. പോട്ടെ നന്ദിതേ. സെന്റിമെന്റ്സ് കാണിക്കാതെ മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് കച്ചവടം ചെയ്യ് കേട്ടോ ചന്ദ്രേട്ടാ. കാര്യമൊക്കെ കൊള്ളാം. എന്നാലും ചന്ദ്രൻ ഈ കാണിച്ചത് മഹാ തൊട്ടിത്തരമായി പോയി. അയ്യേ, അതാ നന്ദിതയുടെ കയ്യിലെടുക്കാനുള്ള അഭിനയമല്ലേ ഏട്ടാ. ഇനി എന്ത് അഭിനയമാണെന്നുണ്ടെങ്കിലും ഇതൊന്നും സഹിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല.
അവര് വന്ന് ചോദിക്കുമ്പോ അവള് തത്ത പറയുന്ന പോലെ സത്യം പറയും. ശ്ശേ, ചുമ്മാ എന്തിനാ എടുത്ത് ഈ വീട്ടിലേക്ക് പോലീസിലേക്ക് വിളിച്ച് കയറ്റുന്നത്? ഓ പിന്നെ പോലീസ് കേറാത്ത വീടാണല്ലോ ഇത്. കാണാതെ പോയതും എന്റെ ഭാര്യയുടെ മാലയല്ലേ, അതിന് ഏടത്തിനാ എത്ര വെപ്രാളപ്പെടുന്നത്? മാല ഞങ്ങൾ നോക്കിയെടുത്തോളാം. ഏടത്തി അടുക്കള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചുമ്മാ ഇങ്ങനെ ആളുകളെ ഭ്രാന്താക്കാനായിട്ട്. മോള് വാ, നമുക്ക് അവിടെ നോക്കാം. അജയേട്ടാ, എന്താ മോളെ? നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യണം. നിനക്കറിയാത്ത കൊണ്ടാ അവന്മാരെയൊക്കെ ഇതിനകത്തോട്ട് കയറി ആകെ കുഴപ്പാവും. എന്തു കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഇപ്പോ നിനക്ക് ആ സിന്ധുവിനാണോ സംശയം? എനിക്ക് ആരെയും സംശയമില്ല. പോലീസ് വരട്ടെ, അവര് കണ്ടുപിടിക്കട്ടെ ആരാ മോഷ്ടിച്ചെന്ന്. മോളെ, അത് വേണോ? വേണം. എടി, പുറത്തൊക്കെ അറിഞ്ഞ അത് മാനക്കേടല്ലേ? എന്ത് മാനക്കേട്? അല്ല, തീക്കട്ടൽ ഉറുമ്പരിച്ചെന്നൊക്കെ കേട്ടാ. 65% ഓഹരി ആരും അറിയാതെ അച്ഛമ്മയുടെ പേരിൽ വന്നപ്പോ ഇവിടെ എന്തായാലും പുകിലുണ്ടായി. അതിന്റെ പേരിൽ എത്ര തവണ പോലീസ് കയറി ഇറങ്ങി. അന്നൊന്നും ഇല്ലാത്ത മാനക്കേട് ഇപ്പൊ എന്താ? അല്ല, അന്ന് അച്ഛമ്മ. അജയേട്ടന് ബുദ്ധിമുട്ടാണെങ്കിൽ പറ, ഞാൻ പോവാം. നീയോ? എന്റെ മോള് പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ കയറുകയെന്ന് പറഞ്ഞ എന്താ? ഞാൻ മുമ്പ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ലേ? അജയേട്ടൻ ഇത്ര വേഗം മറന്നുപോയോ? അന്ന് കീർത്തന കേസ് കൊടുത്ത് അജയേട്ടൻ അകത്താക്കിയപ്പോ ഇറക്കാൻ ഞാൻ കൂടിയല്ലേ വന്നത്. ഞാൻ പോവാം. എനിക്ക് ആ മാല തിരിച്ചു കിട്ടിയേ പറ്റൂ. വേണ്ട, നീ പോണ്ട, ഞാൻ പൊക്കോളാം. എന്റെ തങ്കക്കുടത്തിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും. നീ വിഷമിക്കണ്ട. ആ മാല ഞാൻ എങ്ങനെയും കണ്ടുപിടിച്ചു തരും. മാല നീ പോലീസ് സ്റ്റേഷനിലോട്ട് പോയി വലിഞ്ഞു കയറണമല്ലോ. ഓ, ഇവനായിരുന്നോ? എന്താ സാർ? ഓ, ഒന്നുമില്ല. തൊണ്ടുമുതൽ എന്ത് ഇപ്പൊ കൊണ്ടുവരാം സാർ. ജോസഫേ, തൊണ്ടി മുതലോ? ഇതാ സാർ. അയ്യോ സാർ, ഞാൻ എന്ത് തെറ്റ് ചെയ്യിച്ചാ? കഥയൊക്കെ സ്റ്റേഷനിൽ പോയി പറയാം. സാർ, ഞാൻ ചെയ്തിട്ടില്ല. അങ്ങോട്ട് നടക്കടാ. സാർ ഒന്നും ചെയ്തിട്ടില്ല സാർ. സാർ ഒന്നും ചെയ്തിട്ടില്ല സാർ. അടിക്കും സാർ, ഒരു കാര്യമില്ല, ചുമ്മാ തല്ലല്ലേ സാർ. കാര്യമുണ്ടോ ഇല്ലെന്ന് ഞാൻ കാണിച്ചു തരടാ. ഈ മാല നീ ഇവിടെ നിന്നാണ് മോഷ്ടിച്ചേ? അയ്യോ സാർ, ഞാൻ മോഷ്ടിച്ചൊന്നുമല്ല സാർ. എന്റെ ഫ്രണ്ട് പണയം വെക്കാൻ തന്നതാ. കൊള്ളം പറയുന്നു. ഡയമണ്ട് മാല തന്നെ നിനക്ക് പണയം വെക്കണോ? അല്ലടാ സാർ, ഇത് ഡയമണ്ട് എന്നല്ല, ഗോൾഡ് ആണ്. അവന്റെ ഒരു ഗോൾഡ്. അയ്യോ മോനെ, മോനെ സുനീഷേ. അയ്യോ സാറേ, എന്റെ മോനൊന്നും ചെയ്യല്ല സാറേ. അങ്ങോട്ട് മാറി നിൽക്കാം. അങ്ങോട്ട് വിളിച്ച് പഠിക്കല്ലോ. നിങ്ങൾ ഈ കാണിക്കുന്നത് സാറേ ഞാൻ ഒന്നും ചെയ്യില്ല സാർ. ഒരു തെറ്റും ചെയ്യില്ല. സാർ, ഞാൻ ഒരു തെറ്റും ചെയ്യില്ല സാർ. എന്റെ മോനെ കൊണ്ടുവല്ലേ സാറേ, കാൽ പിടിക്കാൻ എന്റെ മോനെ കൊണ്ടുവല്ലേ. എന്തോ ചെയ്യുന്നു സാറേ. കൊണ്ടുപോകുന്നു സാർ. മോനെ 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 സുനീഷേ, മോനെ സുനീഷ്, മോനെ 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 സുനീഷേ. അതെ, എന്താ എന്താ ഉണ്ടായത്? എന്തിനെന്റെ മോനെ പോലീസ് പിടിച്ചോണ്ടോയത്? മോഷണം മുതല് പണയം വെക്കാൻ കൊണ്ടുവന്നേനെ. മോഷണം മുതലോ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? ഞങ്ങൾ പറഞ്ഞല്ല, നിങ്ങളുടെ മോൻ കൊണ്ടുവന്ന ലക്ഷങ്ങൾ വിലയുള്ള ഡയമണ്ട് വെച്ച മാല. ഡയമണ്ട് വെച്ച മാലയോ? എന്നോടാണോ ചോദിക്കുന്നേ? പോയി ആ പോലീസുകാരോട് ചോദിക്കാം. തൊണ്ട് മുതൽ അവർ കൊണ്ടുപോയിട്ടുണ്ട്.
സാറേ അയ്യോ അയ്യോ ഹലോ. എടി, നീ ആ മാല എത്രയും പെട്ടെന്ന് ആരും കാണാത്ത എവിടെയും കൊണ്ടിടണം. എവിടെയെങ്കിലും വെച്ചാൽ മൈദിനെ കാണാത്ത കൊണ്ടുവിടണം. ആ മാല എന്റെ കയ്യിലില്ല ചേട്ടാ. ഇല്ലെന്നോ? നീ എന്തോടി പുല്ലേ പറയുന്നത്? ഞാൻ പറഞ്ഞത് സത്യമാ. ഞാനതെന്റെ ആങ്ങളയ്ക്ക് ഒരു അത്യാവശ്യം വന്നപ്പോ പണയം വെക്കാൻ കൊടുത്തു. എന്റെ ദൈവമേ, എടി പുല്ലേ, ചുമ്മാ പോകരുതെന്ന് പറയല്ലേ. എന്റെ ജീവിതം വെച്ചാടി നീ കളിച്ചത്. അത് തന്നപ്പോഴേ ഞാൻ പറഞ്ഞതല്ലടി, അത് അവൾ ചോദിക്കുമ്പോ തിരിച്ചറിയണമെന്ന്. അതിന് ഞാൻ അറിഞ്ഞു ഇത്രയും പെട്ടെന്ന് പിടിക്കപ്പെടുമെന്ന്. ഇനി അതും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എത്രയും പെട്ടെന്ന് ഇതിൽ നിന്നൊന്ന് ഊരാൻ നോക്ക്. എങ്ങനെ ഊരുന്നോട് നീ പറഞ്ഞതാ? ഞാനിപ്പോ നിൽക്കുന്നത് പോലീസ് സ്റ്റേഷന്റെ വാതിക്കല്ല. കേസ് കൊടുക്കാൻ അവൾ അവിടെ നിന്ന് നിർബന്ധിച്ചോണ്ടിരിക്കുക. അറിയാവല്ലോ, കേസ് വന്നാ ഞാനും നീയും എല്ലാരും കൊടുക്കും. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അതാ ഞാനും ആലോചിക്കുന്നത്. ഞാൻ കേസ് കൊടുത്തില്ലെങ്കിൽ അവള് നേരിട്ടൊന്ന് കേസ് കൊടുക്കുന്ന പറയുന്നത്. അയ്യോ അയ്യോ, നീ അവള് വിളിക്കുന്നു. ഈശ്വര, ഞാൻ എന്തോ ചെയ്യും? നീ വെച്ചേ വെക്കടി വെക്കടി. ആ മോളെ പറ. അജയേട്ടൻ സ്റ്റേഷനിലെത്തിയോ? ഇല്ല മോളെ, ഇപ്പൊ എത്തും. എന്താ മോളെ, മാല കിട്ടിയോ? ഇല്ല. പിന്നെ കംപ്ലൈന്റ് കൊടുക്കുമ്പോഴേ ആ സിന്ധുവിന്റെ പേര് കൂടി കൊടുക്കണം. അതെന്തിനാ? അവള് മാത്രമായിരുന്നല്ലോ ഇവിടെ പുറത്തുനിന്നുണ്ടായിരുന്നത്. ആണോ? നീ കൊടുക്കാം മോളെ. എന്നെ വേഗം ചെല്ല്. ഓ പോണ്. ഈശ്വര, ഇനി എന്തു ചെയ്യും? ഇല്ലേ? ഇല്ല, സാറ് 2 ദിവസം ലീവാ. ഭാര്യയുടെ അനിയത്തി ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി. സാറ് ദുഃഖാചരണത്തിലാ. അടിപൊളി. ഞങ്ങളും മനുഷ്യരല്ലേ മുതലാളി? അല്ല, മുതലാളി എന്താ വന്നേ? അല്ല, അത് എന്റെ വീട്ടിൽ നിന്ന് ഒരു മാല മോഷണം പോയി. ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ വന്നാ. മുതലാളി ഒരു കാര്യം ചെയ്യ്, ഒരു വെള്ളക്കടലാസിൽ പരാതി എഴുതാ. അപ്പോഴേക്ക് SI എത്തും. നമുക്ക് വേണ്ടത് ചെയ്യാം. എഴുതണോ? പിടിച്ചിറങ്ങണവനെ. സാറേ, എന്നൊന്നും ചെയ്യില്ല സാറേ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. എന്നെ അടിക്കല്ലേ സാർ, ഞാൻ ചത്തു. ഭൂമിക്ക് ഭാരമായിട്ട് നീയൊക്കെ എന്തിനാണാ ജീവിക്കുന്നേ? ചെയ്തിട്ടില്ല സാർ. സാർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. എന്നോടല്ലേ പറഞ്ഞു? സാർ എന്നെ ചെയ്യില്ല സാർ. സാറേ, ഇവൻ എന്തിനാ പൊക്കിയത്? ഒരു മാല മോഷണ കേസാ. മോഷ്ടിച്ച മാല ടൗണിൽ വിൽക്കാൻ ശ്രമിച്ചപ്പോ അവര് സംശയത്തിൽ വിളിച്ചു പറഞ്ഞതാ. അല്ല, താനെന്താ ഇവിടെ? ഇവനെ ഇറക്കാൻ വന്നാണോ? അയ്യേ, അല്ലല്ല. ഞാന് ഒരു മാലമോഷണത്തിന് പരാതി തരാൻ വന്ന. മാലമോഷണോ? അതെ സാർ. അതിന് പരാതി എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് സാർ വരുന്നത്.